ഒരാളെ കൊണ്ടുവരുന്നു. ഇത് കൊണ്ട് ചെയ്യാൻ അറിയാം. ആളെ വിളിക്കട്ടെ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം മിഥുൻ ഫ്രം മണ്ണാർക്കാട്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബോച്ചയാണ്. വലിയ സന്തോഷം. അതിഥി എന്ന് പറഞ്ഞാൽ പാട്ടുകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. 100-ലേറെ പേരെ ഒരേ സമയം അനുകരിക്കാൻ ശേഷിയുള്ള ആളാണ്. മാത്രമല്ല ഒരു അവതാരകനുമാണ്. നമ്മുടെ മ്യൂസിക് ഇന്ത്യ എന്ന ജനം ടിവിയുടെ പരിപാടി കഴിഞ്ഞ തവണ അവതാരകനായി എത്തിയത് മിഥുൻ മണ്ണാർക്കാട്. റിയാലിറ്റി ഷോകളിൽ സജീവമായി വളരെ അറിയപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് മിഥുൻ. നമുക്ക് സ്വാഗതം ചെയ്യാം മിഥുൻ മണ്ണാർക്കാട്. വോയിസ് ഓഫ് കൊച്ചിന്റെ കലാസംഗമ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മിഥുൻ മണ്ണാർക്കാട്. എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം നമസ്കാരം നമസ്കാരം. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ. അപ്പോൾ ഒരുപാട് പരിപാടികൾ വോയിസ് ഓഫ് കൊച്ചിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കലാകാരനാണ്. അപ്പോൾ നിങ്ങൾ കൈയടിച്ച് രക്ഷപ്പെടുത്തി തരണം. കൂടെ ഉണ്ടാവൂലേ? അപ്പോൾ കയ്യടി കുറഞ്ഞു വന്ന് എനിക്കൊരു സംശയമുണ്ട്. നല്ലൊരു കയ്യടി തരികയാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. കാരണം ഇവിടെ നിൽക്കുന്ന ഓരോ കലാകാരന്മാർക്കും വലിയ കയ്യടിയാണ് നിങ്ങൾ ഇന്ന് നൽകേണ്ടത് ഓരോ പെർഫോമൻസിനും. അപ്പോൾ എൻ്റെ പരിപാടികളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, ഞാൻ ശബ്ദം കൊണ്ട് കുറച്ച് താരങ്ങൾ ഇവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ട് കൂടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളതും അദ്ദേഹത്തിന് വേണ്ടി വോയിസ് ഓവറുകളൊക്കെ കൊടുത്തിട്ടുള്ളത് മലയാളത്തിൻ്റെ പ്രിയ നടൻ പൃഥ്വിരാജിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഞാനിവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം ഇന്ന് ലൈവായി നമ്മുടെ ഈ ഒരു പള്ളിയുടെ പരിപാടിക്ക് അദ്ദേഹം നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വരികയാണെങ്കിൽ ഞാൻ മൈക്ക് പൃഥ്വിരാജിന് കൊടുക്കുന്നു. ഇനി അദ്ദേഹമായിരിക്കും സംസാരിക്കാം. കേൾക്കാം അദ്ദേഹത്തിന്റെ സ്റ്റൈലിലേക്ക് പോവാം. ഓക്കെ. ആക്ച്വലി വളരെയധികം സന്തോഷം ഇത്രയും വലിയൊരു വേദിയുടെ ഭാഗമായി ഇവിടെ നിൽക്കാൻ സാധിക്കാന്ന് പറയുന്നത്. ഹലോ മാള, എല്ലാവരും ഹാപ്പിയാണോ? നല്ലൊരു കൈഡിയാണ് എല്ലാവരും കൂടെ ചേർന്നത്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിക്കുക, ഇതുപോലൊരു പ്രോഗ്രാം മനോഹരമായി ഇവിടെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇതിന്റെ സംഘാടകർക്കാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. ഞാനെന്റെ രണ്ടുപേരും പാട്ടിലേക്ക് പോട്ടെ. റെഡിയാണോ? നിങ്ങളുടെ നല്ലൊരു കൈയുടെ ഉണ്ടെങ്കിൽ ഞാനൊരു പാട്ടിലേക്ക് പോകാം. ഞാൻ ഏത് വേദിയിൽ പോയാലും കുളമാക്കുന്ന ഒരു പാട്ടാണ്, നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അറിവേട്ടോ, എനിക്കൊരു ചെറിയൊരു സാധനം. മൃദു സാന്ത്വനം എന്നെവിടയാ പുലരി, എന്നെവിടയാ നിന്നകലുന്നൊരു പുലരി, പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം, സൂര്യമുഖം, ഇനിയൊരു സൂര്യമുഖം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു. അപ്പോൾ ഇനി ഞാനിവിടെ കൊണ്ടുവരുന്ന അദ്ദേഹത്തിന്റെ സഹോദരനാണ്, ഇന്ദ്രജിത്ത് ആണ് വരുന്നത്. രണ്ടുപേരുടെയും വോയിസിലുണ്ടാവുന്ന വ്യത്യാസം ഒന്ന് കാണാം, കേൾക്കാം. ഓക്കെ. ശരിക്കും രാജു പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്ന വരുന്ന വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആ പെൺകൊച്ചു മാത്രം നന്നായിട്ട് കൈയടിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് പാടട്ടെ. കടുവായി കിടുവ പിടിക്കുന്നേ, അമ്പമ്പോ മരമോന്തിന് ചായമടിക്കുന്നേ. താങ്ക് യു. ഇനി ഇവിടെ വരുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സ്റ്റാർ ആക്കിയ ഒരു നടനിലേക്കാണ് പോകുന്നത്. ആക്ടർ ബാലയാണ് വരുന്നത്. ഇനി അദ്ദേഹത്തിന് ഞാൻ മൈക്ക് നൽകുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് കേൾക്കാം. ഇന്ന് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ബാല വരികയാണ്. കാണാം. വളരെ സന്തോഷം. എല്ലാവരും ഒരു കൈ തന്നെ. നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ലവ് യു മാല, ലവ് യു ഉമ്മ. എൻ്റെ എല്ലാ തക്കുരു കുറ്റന്മാർക്ക് എൻ്റെ 1000 നന്ദി. എൻ്റെ തക്കുരൂസ് പ്രോഗ്രാം കഴിയുന്നവരെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ, കൂടെ ഉണ്ടാകില്ലേ? ഒരു ഉമ്മ നിനക്ക് സ്പെഷ്യൽ. ലവ് യു. ഞാൻ അങ്ങോട്ട് വരട്ടെ. എനിക്ക് നിങ്ങളെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്ന് നിങ്ങളെ കാണാൻ തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്നെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരും. ആരും വിളിക്കുന്നില്ല, എല്ലാവരും മടി പിടിച്ചിരിക്കുക. ഇത് നമ്മുടെ ആഘോഷമാണ് ഇന്ന്. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഇവർ വീണ് കാലോ കൈയോ ഒടിഞ്ഞാൽ നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാൻ വളരെ പെട്ടെന്നൊന്ന് ചാരാൻ ശ്രമിക്കാം. ഷൈജു ബ്രോ, ഞാൻ വെളിയിൽ വരാൻ പോവാണ്. തക്കുരു വാവേ, നിനക്ക് വേണ്ടി ഞാൻ 2 വരി പാട്ട് പാടട്ടെ. ഇതിനോട് പാടട്ടെ ഞാൻ 2 വരി പാട്ട്. തക്കുരു മുണ്ടൻ താരാവേ, തരുക്കു മുണ്ടൻ താരാവേ, ഇറ്റം കൂടാൻ നിനക്കുണ്ടൊരു കുറ്റിത്താരാവേ. പാടടാ കണ്ണ, നീ പാട്. നഴ്സറി പോകുന്ന നീ, സ്കൂളിലാണ് പഠിക്കുന്നത്, എവിടെയാ പഠിക്കുന്നത് നീ? ഒന്നുമില്ല, അത് തല താത്തി ഇരിക്കുക.
എന്തായാലും വലിയ സന്തോഷം. എന്നെ മനസ്സിലായോ നിങ്ങൾക്ക്? സാധാരണ ഞാൻ വരുമ്പോൾ LED വാലിന്റെ ഫോട്ടോ ഇടുന്നതാണ്. ചിനിരാജന്ന നാറ്റിക്കരുത്, വേറെ ഒന്നുമില്ല. ഈ കുട്ടി എനിക്ക് കാണുമ്പോ വേറെ ഒന്നുമല്ല, 6ാം തമ്പുരാനല്ലേ എന്റെ അവർ കിടന്ന് കൂക്കുന്നത്. എന്റെ കളിഞ്ഞിട്ട് കാണാം, പ്രോഗ്രാം കളിഞ്ഞിട്ട്. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. വേറൊരു കാര്യമുണ്ട്, ഇന്നത്തെ തക്കുരു ഇതെന്റെ കൂട്ടുകാരൻ, എന്റെ ക്ലാസ്മേറ്റ് അല്ലേ. ഇവർ 2 മണ്ണപ്പം ചുരുങ്ങോ ഞാൻ 4 എണ്ണം ചുരും, ഞാൻ 4 എണ്ണം ചുരുങ്ങോ 3 എണ്ണം ചുരും അല്ലേ. താങ്ക് യു ഫ്രാൻസിസ് ഏട്ടൻ. ഇതിനുള്ള ഒരു ഉമ്മ തരട്ടെ. കാകുൽത്ത നല്ല അടിപൊളി, നല്ലൊരു കൈ കൊടുക്കുക, അതിനും കൊടുക്കുക. ഇന്ന് പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് നമ്മുടെ പേര് പറഞ്ഞ ഫ്രാൻസിസ് ഏട്ടൻ. ഫ്രാൻസിസ് ഏട്ടനാണ് ഇന്ന് ഇവിടെ പ്രോഗ്രാം എല്ലാം നടത്തുന്നത്. ഫ്രാൻസിസ് ഏട്ടൻ, ലവ് യു തക്കുരു, പൊന്നും തക്കുരു. എവിടെയായിരുന്നു ഇത്തരം നേരം?